സുരേഷ് ഗോപിയെ അഭിനന്ദിച്ച് പോസ്റ്റിട്ടതിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സംഭവത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഗായിക അഭിരാമി സുരേഷ്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെയാണ് അഭിരാമി താരത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. വളരെ അർഹിക്കുന്ന ചരിത്രപരമായ തികച്ചും നേടിയെടുത്ത വിജയം. തൃശൂരിനു വേണ്ടി ST. എനിക്ക് രാഷ്ട്രീയമില്ല, പക്ഷെ ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിനായി അദ്ദേഹം ചെയ്യുന്നതും തുടർന്ന് ചെയ്യുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം. ജനങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ്. അവരുടെ നന്മ അദ്ദേഹത്തിന്റെ നന്മയാണ്. ഞങ്ങളുടെ പ്രിയ അങ്കിളിന് ഒത്തിരി സ്നേഹവും ഉമ്മയും എന്നാണ് അഭിരാമി കുറിച്ചത്. പിന്നാലെ പോസ്റ്റ് കണ്ട് സഹിക്കാൻ കഴിയാത്ത ചില കമന്റ് ടീമുകളും എത്തി. ഉള്ളിന്റെ ഉള്ളിലെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞതിന് നന്ദി, അൺഫോളോ ചെയ്യുന്നു എന്നായിരുന്നു ഒരു കമന്റ്. ഇത്തരത്തിൽ കൂടുതൽ കമന്റുകൾ നിറഞ്ഞതോടെ അഭിരാമി പ്രതികരിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയം കടന്നുവരുന്നതായി തോന്നുന്ന ഈ ലോകത്ത് നമ്മുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളും ഇഷ്ടങ്ങളും അതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് കഠിനമായിരിക്കും. ഒരു പാർട്ടിയെയും പിന്തുടരാതെ രാഷ്ട്രീയമായി അവബോധമുള്ളവർക്ക് ആശംസകൾ എന്ന് തുടങ്ങുന്ന ഒരു ദീർഘമായ കുറിപ്പ് അഭിരാമി പങ്കുവച്ചു. രാഷ്ട്രീയത്തിന്റെ ആരവങ്ങൾക്കപ്പുറം ഉയരുകയും വ്യക്തിപരമായ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. പക്ഷെ എന്റെ തിരഞ്ഞെടുപ്പുകളും ഇഷ്ടങ്ങളും എന്തൊക്കെയെന്ന് നിർദ്ദേശിക്കാൻ ഒരു പാർട്ടിയെയും ഞാൻ അനുവദിക്കില്ല. പരസ്പരം ബഹുമാനിച്ചും മനസ്സിലാക്കിയും വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളവരുമായി സഹവസിക്കാനാണ് എന്റെ തീരുമാനം. എല്ലാത്തിനുമുപരി സഹവർത്തിത്വത്തിന്റെ യഥാർത്ഥ സത്ത അതല്ലേ. എനിക്ക് താല്പര്യമുള്ള ഒരാളെ പിന്തുണച്ചതിന് എന്നെ വിധിക്കുകയും പിന്തുടരാതിരിക്കുകയും ചെയ്തവരോട് പോലും സമാധാനവും സ്നേഹവും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കുറിപ്പെഴുതുന്നത് ഒരു നല്ല സ്വാധീനം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അതിനാൽ നമുക്ക് ദയയും വിവേകവും പ്രചരിപ്പിക്കുന്നത് തുടരാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഒരു പ്രത്യേക മനുഷ്യനെ പിന്തുണച്ചതിന് എന്നെ വിലയിരുത്തുകയും പിന്തുടരാതിരിക്കുകയും ചെയ്ത എല്ലാവരോടും ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. സമാധാനവും കലയും സ്നേഹവും പ്രചരിപ്പിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. ആരൊക്കെ എന്നോട് യോജിച്ചാലും വിയോജിച്ചാലും ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. നമ്മുടെ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാം. വെറുപ്പിനും വിഭജനത്തിനും പകരം സ്നേഹവും വിവേകവും പ്രചരിപ്പിക്കാം എന്നിങ്ങനെയാണ് അഭിരാമിയുടെ വാക്കുകൾ. വിമർശകരുടെ വായടുപ്പിക്കുന്ന കമന്റുകളും ധാരാളം വന്നു. ഷെടാ, കമന്റ് ചെയ്യുന്നവര് ശരിക്ക് വായിക്കില്ലേ ഒന്നും. ഞാൻ സംഘിയും കുങ്ങിയും കിണ്ടിയുമൊന്നുമല്ല, പക്ഷെ അംഗീകരിക്കാതെ വയ്യ. വിരിയാതിരുന്ന താമര അങ്ങേര് വിരിയിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടി. പുള്ളിയുടെ വ്യക്തിത്വമാണ് കാരണമായത്. ഇനി സ്നേഹക്കൂടുതലുള്ള ഈ മനുഷ്യൻ പൊളിറ്റിക്സിനെ അതിജീവിച്ചാൽ മാത്രം മതി എന്നാണ് ഒരു കമന്റ്.